എല്ലാവർക്കും PSC ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ SCRTയുടെ 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസാണ് എടുക്കുന്നത്. 7ാമത്തെ ചാപ്റ്റർ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ 3 തരത്തിലുള്ള ഗതാഗത മാർഗ്ഗങ്ങൾ, റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം, അതുപോലെ ജലഗതാഗതം, വ്യോമഗതാഗതം, അങ്ങനെ ഏതൊക്കെ മാർഗ്ഗങ്ങളാണ്, അതിൻ്റെ ചരിത്ര കാലഘട്ടം മുതൽ അതിൻ്റെ നാൾ വഴികളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് അതിൻ്റെ മീനിങ്. പിന്നെ ആദ്യമായിട്ട് ചക്രം കണ്ടുപിടിച്ചപ്പോഴാണ് മനുഷ്യൻ വാഹനം എന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാറിയത്. എവിടെയായിരുന്നു ചക്രത്തിൻ്റെ ഉത്ഭവം? അപ്പോൾ ചക്രത്തിൻ്റെ ഉത്ഭവം മെസപ്പൊട്ടോമിയൻ ജനതയിലായിരുന്നു. പക്ഷേ ഒരു ശേഷിപ്പ് ആദ്യമായിട്ട് കണ്ടെത്തിയത് 1976 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 4500 വർഷത്തിലധികം പഴക്കമുള്ള ചക്രത്തിൻ്റെ ഭാഗമായിരുന്നു അന്ന് കണ്ടെത്തിയത്. അത് എങ്ങനെയുള്ളതായിരുന്നു? മേപ്പിൾ പലകകൾ കൊണ്ട് നിർമ്മിച്ച ഈ ഒരു ചക്രത്തിൻ്റെ ഭാഗം അന്ന് കണ്ടെത്തി. അത് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് സ്വിസ് നാഷണൽ മ്യൂസിയത്തിലാണ്. അപ്പോൾ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായിട്ട് കരുതപ്പെടുന്നു. അങ്ങനെ മെസപ്പൊട്ടോമിയൻ ജനത നിർമ്മിച്ച ചക്രത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച രീതിയിലായിരുന്നു. മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്ന പ്രദേശം ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഇങ്ങനെയുള്ള സംസ്കാരങ്ങളെല്ലാം വളർന്നു വരുന്നത് ഏതെങ്കിലും നദീതീരത്തായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട നദികളാണ് യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. അപ്പോൾ ഈ നദികൾക്കിടയിലായിരുന്നു മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നായിരുന്നു. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ എഴുത്ത് ലിപി അറിയപ്പെടുന്ന പേര് ക്യൂണിഫോം. അപ്പോൾ ക്യൂണിഫോം എന്നാണ് അവരുടെ എഴുത്ത് രീതി അറിയപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചക്രവണ്ടികൾ എന്തൊക്കെയായിരുന്നു? മനുഷ്യൻ വലിച്ചു കൊണ്ടുപോകുന്നതും അതുപോലെ മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്നതും. ഇനി നമുക്ക് റോഡ് ഗതാഗതത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് മക്കാദം റോഡുകൾ. അപ്പോൾ റോഡിൻ്റെ ഒരു ചരിത്രം ആണ് പറയുന്നത്. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക്കാദമാണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക്കാദം റോഡുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറയാറുണ്ട് മക്കാദം റോഡാണെന്ന്. നമ്മുടെ റോഡ് ടാറിങ്ങൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ 1820 അങ്ങനെ ഒരു സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക്കാദമാണ് ഇതിന് തുടക്കമിട്ടത്. ഇപ്പോൾ ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ. ഫസ്റ്റ് ആർക്കാണ്? അമേരിക്കയ്ക്കാണ്. ആദ്യം ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ളത് അമേരിക്കയാണ്. ഇന്ത്യയിലെ റോഡുകളെ പ്രധാനമായിട്ടും 4ആയി തിരിക്കാം. ഏതൊക്കെയാണവ? ദേശീയപാതകൾ, സംസ്ഥാന പാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ, ഗ്രാമീണ പാതകൾ. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ റോഡുകളെ പറയുന്നത്. അപ്പോൾ ദേശീയപാതകൾ എന്താണ്? രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളെയും പ്രധാന ഭാഗങ്ങളെയും സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാതകളാണ്. അങ്ങനെയുള്ള റോഡുകളാണ് ദേശീയപാതകൾ. അവയ്ക്ക് ദേശീയ പ്രാധാന്യമുണ്ട്. ദേശീയപാതകളിൽ ചിലത് ഇന്ത്യയെ ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമർ തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ദേശീയപാതകളുടെ പരിപാലനം കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയാണ്. അപ്പോൾ ദേശീയപാതയായതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനാണ് അതിൻ്റെ ചുമതല. അപ്പോൾ താഴെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. അതിനകത്ത് എത്ര രീതിയിലുള്ള ഗതാഗത മാർഗ്ഗങ്ങളുണ്ട്? കരഗതാഗതമുണ്ട്, ജലഗതാഗതമുണ്ട്, വ്യോമഗതാഗതമുണ്ട്. അപ്പോൾ അതിൽ കരഗതാഗതത്തിൽ വരുന്നത് റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം. ജലഗതാഗതത്തിലാണെങ്കിൽ ഉൾനാടൻ ഗതാഗതവും കടൽ സമുദ്ര ഗതാഗതവുമുണ്ട്. വ്യോമഗതാഗതത്തിൽ ദേശീയവും അന്തർദേശീയവുമായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഗതാഗതങ്ങളെ പറ്റിയുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് അതിലെല്ലാം ഉൾപ്പെടുന്നത്. എങ്ങനെയാണ് വേർതിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റോഡുകളുടെ വർഗീകരണത്തിലേക്ക് തിരിച്ചു വരാം. സംസ്ഥാന പാതകളാണ് അടുത്തത്. ദേശീയപാതകളെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാന റോഡുകളാണ് ഇവ. സംസ്ഥാന പാതകളുടെ അറ്റകുറ്റപ്പണികളുടെ ഉത്തരവാദിത്തം ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. ഇനി അടുത്തതായി ജില്ലാ ഹൈവേകൾ. ജില്ലയിലെ പ്രധാന റോഡുകളാണിവ. ഒരു ജില്ലയിലെ പ്രധാന റോഡുകളെ സംസ്ഥാനത്തെ പ്രധാന റോഡുകളുമായി ബന്ധിപ്പിക്കുന്നു. ജില്ലാ ഹൈവേകളുടെ അറ്റകുറ്റപ്പണി ജില്ലാ ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. അപ്പോൾ ഈ ചുമതല ആർക്കാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കണം.
ഗ്രാമീണ പാതകൾ എന്താണ്? ഒരു ഗ്രാമത്തെ മറ്റൊന്നുമായും വിവിധ ഗ്രാമങ്ങളെ ജില്ലയിലെ പ്രധാന റോഡുകളുമായും ബന്ധിപ്പിക്കുന്നു. ഗ്രാമീണ പാതകളുടെ പരിപാലനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഗ്രാമീണ റോഡുകളുടെ പരിപാലനം. ഇനി ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് സുവർണ ചതുഷ്കോണമാണ്, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം. എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? 12 സംസ്ഥാനങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നു. പ്രധാന നഗരങ്ങൾ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. അപ്പോൾ ഈ 4 നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. 12 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ആ 4 നഗരങ്ങളുടെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. അപ്പോൾ അവിടെ ആ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ത്രികോണം ചതുഷ്കോണമായിട്ട് ഒരു 4 ഭാഗങ്ങളുള്ള 4 സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ചതുഷ്കോണമായിട്ട് അവിടെ ഒരു കറുത്ത മാർക്കിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സുവർണ ചതുഷ്കോണം എന്ന് വന്നത്. അടുത്തതായിട്ട് വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. അപ്പോൾ അവിടെ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്, ഭൂപടത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. വടക്ക് തെക്ക് ഇടനാഴി ഏതിനൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? ശ്രീനഗറിനെ കന്യാകുമാരിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതായത് ഏറ്റവും മുകളിലുള്ള ഭാഗം ഏതാണ്? ജമ്മു കാശ്മീരാണ്. താഴെയുള്ളത് തമിഴ്നാടാണ്. അപ്പോൾ ആ 2 സ്ഥലങ്ങളെയും തമ്മിൽ, അതായത് ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി ആണെങ്കിൽ സ്ഥലങ്ങൾ ചോദിച്ചാൽ നമുക്ക് സിൽച്ചാറും പോർബന്തറും പറയാം. ഇനി സംസ്ഥാനങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ അസവും ഗുജറാത്തും പറയാം. ഇനി റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? താരതമ്യേന ചെലവ് കുറവാണ്, ഹ്രസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമാണ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു. നമുക്കറിയാം, നമുക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകണമെങ്കിൽ കുറച്ചും കൂടി ദൂരെയാണ്. അതുപോലെ തുറമുഖമുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാലേ ജലഗതാഗതം പോസിബിൾ ആവുള്ളൂ. പക്ഷേ റോഡാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രാപ്യമായ ഒരു ഗതാഗത മാർഗം തന്നെയാണ്. പിന്നെ ഏറ്റവും സൗകര്യമാണ്. അതുപോലെ വിവിധോദ്ദേശ സേവനങ്ങളുണ്ട്. ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത മാർഗവും സാധ്യമാണ്. അടുത്തതായിട്ട് റെയിൽ ഗതാഗതത്തെക്കുറിച്ച് നോക്കാം. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം. റെയിൽവേ സംവിധാനം ആരംഭിച്ച ആദ്യ രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. ഇന്ത്യയിൽ അതുപോലെ റെയിൽവേ സംവിധാനത്തിന് തുടക്കം കുറിച്ചതും ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിൽ നിന്നും അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടെ റെയിൽവേ സംവിധാനം അവർ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ഏതാണ്? ബോംബെ മുതൽ താനെ വരെയുള്ള റെയിൽപാതയാണ് ആദ്യത്തെ റെയിൽപാത. അത് വന്നത് എപ്പോഴാണ്? 1853 ഏപ്രിൽ 16. അപ്പോൾ ഈ ഒരു പാതയും ചോദിക്കാറുണ്ട്, ഡേറ്റും ചോദിക്കാറുണ്ട്. കേരളത്തിലെ ആദ്യ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. 1861 ആദ്യമായിട്ട് കേരളത്തിൽ ട്രെയിൻ ഓടിയത്. റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും, കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ്. അതുപോലെ കൂടുതൽ ചരക്ക് നീക്കത്തിന് സാധിക്കുന്നു, സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു, വ്യാപാരത്തിൻ്റെ വികാസം, മാനവ വിഭവശേഷിയുടെ ചലനാത്മകത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും പോയിൻ്റാണ് റെയിൽവേ ഗതാഗതത്തിൻ്റെ മേന്മകളായിട്ട് വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ റെയിൽവേ ആണ്. അപ്പോൾ കൂടുതൽ ആളുകൾ പൊതുമേഖലയിൽ വർക്ക് ചെയ്യുന്നതും ഇന്ത്യൻ റെയിൽവേയിൽ തന്നെയാണ്. അടുത്തതായിട്ട് മെട്രോ റെയിൽ. എന്താണ് മെട്രോ? വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, മുംബൈ, ഡൽഹി, ചെന്നൈ, ബംഗളൂരു, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ വന്നത് കൊൽക്കത്തയിലാണ്. 1984 ഈ ഒരു മെട്രോ ആരംഭിച്ചത്. കൊച്ചി മെട്രോ പ്രവർത്തനം ആരംഭിച്ചത് 2017. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ പദ്ധതിയായിരുന്നു കൊച്ചി മെട്രോ. ഇനി കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? മിലു എന്ന ആനയാണ്. അവിടെ ഡയഗ്രം ഒക്കെ കൊടുത്തിട്ടുണ്ട്. മിലു എന്ന ആന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണെങ്കിൽ ജങ്കു എന്ന അലങ്കാര മത്സ്യമാണ്. കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25 ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് നേതൃത്വം നൽകുന്നത് KMRL ആണ്. KMRLൻ്റെ ഫുൾ ഫോം എന്താണ്? കൊച്ചി
മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ KMRLൻ്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയാണ്. ഇപ്പോൾ കൊച്ചി വാട്ടർ മെട്രോ അതുപോലെ കൊച്ചി മെട്രോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഭാഗ്യചിഹ്നങ്ങൾ മാറിപ്പോവാതെ ഓർത്തു വെക്കുക. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോങ്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചു. അപ്പോൾ ആദ്യത്തെ റെയിൽപാത 1825 ഇംഗ്ലണ്ടിലായിരുന്നു. സ്റ്റോങ്ടൺ, ഡാർലിംഗ്ടൺ എന്നീ പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിച്ചത്. ജോർജ് സ്റ്റീവൻസൺ നിർമ്മിച്ച സ്റ്റീവൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അപ്പം ജോർജ് സ്റ്റീവൻസണിൻ്റെ പേരൊന്ന് ഓർത്തു വയ്ക്കേണ്ടതാണ്. സ്റ്റീവൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് നിർമ്മിച്ചത് ജോർജ് സ്റ്റീവൻസൺ ആണ്. ഇത് പ്രവർത്തിക്കാനുള്ള ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്താണെങ്കിലും ആദ്യം കൽക്കരി തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴാണ് റെയിൽവേ പൂർണ്ണമായിട്ടും നമ്മുടെ വൈദ്യുതിയിലേക്ക് മാറിയത്. സാങ്കേതിക വികാസത്തിൻ്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. ലോകത്തിലെ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത് ജോർജ് സ്റ്റീവൻസൺ ആണ്. അടുത്തതായിട്ട് 3 തരത്തിൽ നമ്മുടെ റെയിൽവേ പാളത്തിന് 3 ഗേജുകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതേതൊക്കെയാണെന്ന് നോക്കാം. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. അങ്ങനെയുള്ളൊരു മൾട്ടി ഗേജ് സിസ്റ്റമാണ് റെയിൽവേ എന്ന് പറയുന്നത്. പാളങ്ങൾക്കിടയിലെ അകലം ഇനി അടുത്തതായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബ്രോഡ് ഗേജിൽ വരികയാണെങ്കിൽ ഏറ്റവും കൂടിയതാണ് 160 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.6 മീറ്ററാണ്. മീറ്റർ ഗേജ് കുറച്ചും കൂടി ചെറുതാണ്, 100 സെൻറ്റിമീറ്ററേ ഉള്ളൂ. നാരോ ഗേജ് ആണെങ്കിൽ 70 സെൻറ്റിമീറ്ററാണ്. നമ്മൾ റെയിൽവേ കഴിഞ്ഞു, ഇനി ജലഗതാഗതത്തിലേക്ക് കടക്കാം. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോഥലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും ഒരു ജലഗതാഗത മാർഗത്തിൻ്റെ ഒരു സൂചന എന്ന നിലയ്ക്ക് നമ്മൾ കണ്ടുപിടിച്ച സ്ഥലമാണ് ലോഥലിലുണ്ടായ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അവശേഷിപ്പുകൾ. ലോഥലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടോമിയൻ മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. മെസപ്പൊട്ടോമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്ന വിവിധ വലിപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ചരക്ക് നീക്കത്തിലും സഞ്ചാരത്തിനും ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചു. അടുത്തതായിട്ട് മനുഷ്യൻ ജലഗതാഗത മാർഗം ഉപയോഗിക്കുന്നത് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ്? സഞ്ചാരം, അതുപോലെ മത്സ്യബന്ധനം, ചരക്ക് നീക്കത്തിന്, വിനോദസഞ്ചാരം, പിന്നെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക്. ഇനി ജലഗതാഗതത്തെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഉൾനാടൻ ജലഗതാഗതവും അതുപോലെ സമുദ്ര ജലഗതാഗതവും. റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പുള്ള പ്രധാന മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. ഇപ്പോൾ റെയിൽവേ കടന്നു അതുകൊണ്ട് മാത്രമാണ് നമ്മൾ സമുദ്ര ജലഗതാഗതത്തിലേക്ക് കടന്നത്. കാരണം മറ്റു രാജ്യങ്ങളിലേക്ക് അസംസ്കൃത വസ്തുക്കൾ അതുപോലെ നമ്മുടെ ഇവിടുന്ന് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുമൊക്കെ വിറ്റഴിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശത്ത് പുരോഗതി പ്രാപിച്ചതായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഉൾനാടൻ ജലഗതാഗത പാതകൾ ഏതൊക്കെയാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത NW3. ഇപ്പോഴത് കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ കനോലി കനാലുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഈ ഒരു പാത NW3 എന്നാണ് അറിയപ്പെടുന്നത്. ടോട്ടലി ഒരെണ്ണമേ ഉള്ളൂ. അന്നാണെങ്കിൽ 2 രീതിയിൽ, ഒന്ന് NW3 ആയിട്ടും ഒന്ന് കനോലി കനാലുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തതായിട്ട് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ആദ്യകാലങ്ങളിൽ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകൾക്ക് ഉദാഹരണങ്ങളാണ് കനോലി കനാലും അതുപോലെ പാർവതി പുത്തനാറും. കേരളത്തിലെ പ്രധാന ദേശീയ ജലപാതകൾ ആണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സിലെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ചോദിക്കാറുണ്ട്. NW3 കൊല്ലം കോഴിക്കോട്, NW8 ആലപ്പുഴ ചങ്ങനാശ്ശേരി, NW9 ആലപ്പുഴ കോട്ടയം അതിരമ്പുഴ കനാൽ, NW13 AVM കനാൽ തിരുവനന്തപുരം കന്യാകുമാരി. അതായത് കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കനാലാണ്, ഒരു ദേശീയ ജലപാതയാണ് NW13. ഈ NW13ൻ്റെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഇതിന് സ്ഥലം കുറവാണ്. കുറച്ച് ദൂരം മാത്രമേ കേരളത്തിലൂടെയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഭൂരിഭാഗം പ്രദേശവും എവിടെയാണ്? തമിഴ്നാട്ടിലാണ്.
അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. കേരളത്തിൽ കുറച്ച് ഉള്ളതും തമിഴ്നാട്ടിൽ ഭൂരിഭാഗം പ്രദേശവും ഉൾക്കൊള്ളുന്നതുമായ ദേശീയ ജലപാത ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് NW13 പറയാം. ഇനി NW59 കോട്ടയം വൈക്കം കനാൽ, അതിനെ രണ്ടിനെ ബന്ധിപ്പിക്കുന്നതാണ് NW59. അടുത്തതായിട്ട് കനോലി കനാൽ. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HB കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. അപ്പോൾ 1845 ഇതിൻ്റെ ഒരു ആശയമുണ്ടായത്. ബ്രിട്ടീഷ് ഭരണകാലത്തെ മലബാർ ജില്ലാ കളക്ടറായിരുന്ന HB കനോലിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. പൊന്നാനി ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാലായിരുന്നു പാർവതി പുത്തനാർ. അപ്പോൾ നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരിയായിട്ടുള്ള പാർവതിബായി ആണ് അത് നിർമ്മിച്ചത്. അതുകൊണ്ടാണ് പാർവതി പുത്തനാറിന് പേര് വന്നത്. സമുദ്ര ജലഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ്. ഇപ്പോൾ രണ്ടും വേണം. തീരദേശ ജലപാതയും അന്താരാഷ്ട്ര ജലപാതയും ഉണ്ടെങ്കിൽ മാത്രമേ സമുദ്ര ജലഗതാഗതം പോസിബിൾ ആവൂ. ജലഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? താരതമ്യേന ചിലവ് കുറവാണ്, മലിനീകരണം കുറവാണ്, ചരക്ക് സംവഹന ശേഷി കൂടുതലാണ്, പിന്നെ വിദേശ വ്യാപാരം സാധ്യമാകുന്നു. കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾക്ക് ഉദാഹരണമാണ് കൊച്ചി തുറമുഖവും അതുപോലെ വിഴിഞ്ഞം തുറമുഖവും. അടുത്തതായി നമ്മൾ വ്യോമഗതാഗതത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യന് ആകാശയാത്രയ്ക്ക് ആദ്യമായി ഉപയോഗിച്ചത് ചൂടുവായു നിറച്ച ബലൂണുകളായിരുന്നു. പാരച്യൂട്ടിലേക്ക് എത്തിയിട്ടില്ല, അതിനു മുന്നേ ചൂടുവായു നിറച്ച ബലൂണുകൾ ഉപയോഗിച്ചു തുടങ്ങി. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് വ്യോമഗതാഗതം. ആദ്യമായി വിമാനം നിർമ്മിച്ചത് റൈറ്റ് സഹോദരന്മാരാണ്. അമേരിക്കയിലുള്ള റൈറ്റ് സഹോദരന്മാർ, പേരും ഇവിടെ പറയുന്നുണ്ട്, ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും. റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേരെന്താണ്? ഫ്ലെയർ 1 എന്നാണ്. അപ്പോൾ ഫ്ലെയർ 1 ഇതൊക്കെ പുതിയ SRTയിൽ വന്ന പോയിൻ്റാണ്. അപ്പം ഇതിൻ്റെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഫ്ലെയർ 1 പറന്നുയർന്നത്. അപ്പം വ്യോമഗതാഗതത്തിൻ്റെ തുടക്കം 1903 ഡിസംബർ 17 ഫ്ലെയർ 1 പറന്നുയർന്നതിലൂടെയാണ്. രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുത്തുന്ന ഒരു യാത്രാമാർഗമാണ് വ്യോമഗതാഗതം. ആധുനിക കാലത്തെ വിമാനങ്ങൾ ഏതൊക്കെയാണ്? ഹെലികോപ്റ്റർ, അതുപോലെ ജെറ്റ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിൽ എപ്പോഴാണ് വ്യോമഗതാഗതം ആരംഭിച്ചത്? 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ആരംഭിച്ചു. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ട് വിമാനം പറന്നു. അപ്പോൾ 1911 ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കമായത്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ഏതാണ്? ടാറ്റ എയർലൈൻസ് ആണ്. 1932 കറാച്ചി മുതൽ മുംബൈ വരെ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹു ആണ്, ജുഹു വിമാനത്താവളം. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അടുത്തതായിട്ട് വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? വിനോദസഞ്ചാരം, വാണിജ്യത്തിൻ്റെ വ്യാപനം, ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം, പ്രകൃതി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ. നമുക്ക് റോഡൊന്നും ഇല്ലെങ്കിൽ ഹെലികോപ്റ്ററിലൊക്കെയാണ് ഇപ്പോൾ കൂടുതലും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നു. വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭൂമി ഒരൊറ്റ ഭൂമിയാണെന്ന് നമുക്ക് തോന്നുന്നത് കൂടുതലായിട്ടും വിമാനത്തിൽ പോകുമ്പോഴാണ്. അതാണ് ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കി മാറ്റുന്നതെന്ന് പറയുന്നത്. ഉപഗ്രഹ വിക്ഷേപണം, അതുപോലെ വിമാനത്തിലുള്ള ആകാശീയ വിദൂര സംവേദനമൊക്കെ വഴി നമ്മൾ കുറേ ശാസ്ത്രരംഗത്തും കാലാവസ്ഥ സംബന്ധമായ കാര്യങ്ങൾക്കുമൊക്കെ പഠനങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് വിമാനം ഇറങ്ങിയ സ്ഥലം ഏതാണ്? ആശ്രാമം മൈതാനം. കൊല്ലത്തുള്ള ആശ്രാമം മൈതാനത്താണ് ആദ്യമായിട്ട് കേരളത്തിൽ വിമാനം ഇറങ്ങിയത്. വായു മലിനീകരണത്തിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? വാഹനങ്ങളുടെ ആധിക്യം, അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഫാക്ടറിയും അതുപോലെ അങ്ങനെയുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ വായു മലിനീകരണം കൂടും. വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്? വർദ്ധിച്ച ഗതാഗത കുരുക്ക്,
വായുമലിനീകരണം, ശബ്ദമലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഉയർന്ന തോതിലുള്ള വാഹനാപകടങ്ങൾ. ഇതൊക്കെയാണ് വാഹനപ്പെരുപ്പത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ. അടുത്തതായിട്ട് ആശയവിനിമയം നമ്മൾ എഴുത്ത് രീതിയിലേക്ക് വരികയാണ്. ആദ്യമായിട്ട് എഴുത്തുവിദ്യ വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. സുമേറിയൻ ലിപി ക്യൂണിഫോം എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ മെസപ്പൊട്ടേമിയയിലെ ഒരു ഭാഗമായിരുന്നു സുമേറിയക്കാർ. അതുകൊണ്ടാണ് ഇവരുടെ പേരും ഇവരുടെ ലിപിയും ക്യൂണിഫോം തന്നെയാണെന്ന് പറയാൻ കാരണം. കളിമൺ ഫലകങ്ങളിലാണ് ഇവർ എഴുതിയിരുന്നത്. അടുത്തതായിട്ട് ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ രൂപം കൊണ്ടൊരു ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിനർത്ഥം വിശുദ്ധമായ എഴുത്ത് എന്നാണ്. അടുത്തതായിട്ട് അവിടെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ശില, ചെമ്പ് തകിട്, താളിയോല ഇവ മൂന്നിലും എഴുതാൻ ഉപയോഗിക്കുന്ന ഉപകരണമായിട്ടും അതിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ശിലയിലാണെങ്കിൽ കൂർത്ത കല്ല്, ചെമ്പ് തകിടിലാണെങ്കിൽ ലോഹ എഴുത്താണി, താളിയോലയിലാണെങ്കിൽ എഴുത്താണിയാണ് ഉപയോഗിച്ചിരുന്നത്. ആദ്യകാലത്ത് കുതിര, നായ, പക്ഷികൾ എന്നിവയെ ഉപയോഗിച്ചിരുന്നു. ആശയവിനിമയത്തിൻ്റെ നാൾ വഴികളാണ് ആ ഒരു ഫ്ലോ ചാർട്ടിൽ പറയുന്നത്. രാജഭരണകാലത്ത് വിളംബരത്തിലൂടെ ആശയങ്ങൾ കൈമാറി. പിന്നീട് അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നത് എളുപ്പമായി. തപാൽ സംവിധാനത്തിൻ്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി. ഗതാഗത രംഗത്തെ പുരോഗതി തപാൽ സംവിധാനം വ്യാപകമാക്കി. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ വികാസം ആശയവിനിമയ രംഗത്തെ കുതിച്ചുചാട്ടങ്ങളിലേക്ക് വഴിയൊരുക്കി. അങ്ങനെയാണ് ഇൻ്റർനെറ്റൊക്കെ വരുന്നത്. ഇൻ്റർനെറ്റ് അനുബന്ധ സേവനങ്ങളുടെ കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് ആശയവിനിമയത്തിൻ്റെ ആ ഒരു നാൾ വഴികളായിട്ട് ഫ്ലോ ചാർട്ടിലൂടെ പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് അച്ചടി സാങ്കേതികവിദ്യ എങ്ങനെ വന്നു? അച്ചടി സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ജർമ്മൻകാരനായ ഗുട്ടൻബർഗാണ്. അപ്പോൾ ആ ഒരു ശാസ്ത്രജ്ഞൻ്റെ പേര് നോട്ട് ചെയ്ത് വെക്കുക. ഗുട്ടൻബർഗാണ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. അടുത്തതായിട്ട് ആശയവിനിമയ രീതികൾ ഏത് തരത്തിലാണ്? എത്ര തരത്തിലുണ്ട്? വ്യക്തിഗത ആശയവിനിമയം, അതുപോലെ ബാഹ്യജന ആശയവിനിമയമുണ്ട്. വ്യക്തിഗത ആശയവിനിമയം എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളാണ് വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ. എന്തൊക്കെയാണവ? ഇൻലൻഡ്, ടെലിഗ്രാഫ്, ടെലിഫോൺ, ഇൻ്റർനെറ്റ്, ഫാക്സ് മെഷീൻ, ഇമെയിൽ, മൊബൈൽ ഫോൺ. ഇതൊക്കെയാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപാധികൾ. ബഹുജന ആശയവിനിമയം. ഒരു സന്ദേശമോ ആശയമോ വലിയൊരു വിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം. ഇതിനായി ഉപയോഗപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ബഹുജന ആശയവിനിമയ ഉപാധികൾ. ഏതൊക്കെയാണവ? പത്രങ്ങൾ, റേഡിയോ, പൊതുയോഗം, മാഗസിനുകൾ, ടെലിവിഷൻ, തെരുവ് നാടകം, സിനിമ, സെമിനാർ, പുസ്തകങ്ങൾ, കലാരൂപങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു. പലതും നമ്മൾ ഇപ്പോൾ ചെയ്യുന്നില്ല. മാഗസിൻ, അതുപോലെ തെരുവ് നാടകം, സെമിനാറുകൾ, ഇതൊക്കെ വളരെ കുറവാണ്. അടുത്തതായിട്ട് ഇൻ്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യ. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇൻ്റർനെറ്റ്. അപ്പോൾ ആശയവിനിമയത്തിൽ പുതുതായിട്ട് വന്നൊരു കുതിച്ചുചാട്ടമാണ് ഇൻ്റർനെറ്റ്. പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ലഭിക്കുന്നു. ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ ചുവടെ നൽകുന്നു. അകലെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കുവാനും ആശയങ്ങൾ കൈമാറുവാനും വീഡിയോ കോൺഫറൻസ് ഉപയോഗിക്കുന്നു. അടുത്തതായിട്ടൊരു 3 പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പുതുതായിട്ട് വരുന്ന ഒരു ഡെഫിനിഷൻസ് ആണ്. ഇ കൊമേഴ്സ് എന്താണ്? ഇൻ്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനമാണിത്. അപ്പോൾ വിവിധ തരത്തിലുള്ള വെബ്സൈറ്റുകളും അതുപോലെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇതൊക്കെ നമ്മുടെ ഈ ഒരു ഇ കൊമേഴ്സ് മേഖലയിൽ ഉള്ള ഒരു ആപ്പുകളും അതുപോലെ കുറേ വെബ്സൈറ്റുകളും ഒക്കെ ഇപ്പോൾ നമുക്ക് നിലവിലുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇ കൊമേഴ്സ് എന്നാണ് പറയുന്നത്. ഇമെയിൽ എന്താണ്? ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ്. ടെലിമെഡിസിൻ. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള ഡോക്ടർമാരുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു. ഇപ്പം ടെലിമെഡിസിൻ നമ്മുടെ കൊറോണ കാലത്താണ് കൂടുതലായിട്ട് ടെലിമെഡിസിനൊക്കെ വന്നത്.
അപ്പോൾ ഡോക്ടറെ നമ്മൾ വീഡിയോ കോൺഫറൻസിലൂടെ കാണുന്നു, മരുന്ന് കുറിച്ച് തരുന്നു, നമ്മളത് കഴിക്കുന്നു. അപ്പോൾ ദൂരെയുള്ള വിദഗ്ധരായ ഡോക്ടർമാരുടെ സഹായം തേടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെലിമെഡിസിൻ ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചു. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ പുതിയ പോയിൻറ്റ്സുകളൊക്കെ ഈ ഒരു ചാപ്റ്ററിലുണ്ട്. അപ്പോൾ അടുത്തൊരു പാഠവുമായിട്ട് വീണ്ടും കാണാം. താങ്ക്